പറഞ്ഞ വിഷയം വലിയൊരു ക്യാമ്പയിൻ ആക്കിയിട്ടുണ്ട് ഇടതുപക്ഷം. അതായത് താങ്കൾ വീണ്ടും കള്ളം പറയുകയാണ്. അതായത് താങ്കൾ ഇന്നലെ പറഞ്ഞത് സുധാകരൻ നല്ല പോസ്റ്റ് ഇട്ടതെന്നാണ്. അല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹം തന്നെ പോസ്റ്റ് ഇട്ടത്. അതാ എനിക്കറിയില്ല. ഇന്നലെ പറഞ്ഞ അതല്ല. അതെനിക്കറിയില്ല. സി പി എം കാര്യം ഉണ്ടായിരിക്കുന്നത്. സി പി എം കാര്യം ഉണ്ടായിരിക്കണായിരിക്കും. പറവൂര് പോസ്റ്റ് വെച്ചിട്ട് എന്താ കാര്യം? പറവൂരിൽ എന്താ പ്രശ്നം? പറവൂരിലാണ് അദ്ദേഹം മത്സരിക്കുക, സീറ്റ് ചോദിച്ചേക്കണത്. അത് ഞാൻ മാറിക്കൊടുക്കുക. അതോടൊപ്പം ശബരിമല വിഷയത്തിലെ SIT അന്വേഷണം ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഒരു പ്രിലിമിനറി ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചാർജ് ഷീറ്റ് പോലും കൊടുക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. SITക്ക് കഴിഞ്ഞില്ല. കോടതിയുടെ അഭിപ്രായം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്കും വിശ്വാസികളായ ആളുകൾക്കും ഉത്കണ്ഠയുണ്ട്, പ്രതിപക്ഷത്തിന് ഉത്കണ്ഠയുണ്ട്. കാരണം ഈ കേസ് എങ്ങും എത്താതെ അവസാനിക്കും എന്നുള്ള സംശയമുണ്ട്. ഒരു തെളിവ് SIT ശേഖരിക്കുന്നില്ല. ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അനാവശ്യമായി കോടതി തന്നെയാണ് പറഞ്ഞത്. അനാവശ്യമായി തെളിവിൻ്റെ കണിക പോലും ഇല്ലാതെ തന്ത്രി അറസ്റ്റ് ചെയ്തെന്ന് പറയും. SIT തന്ത്രി അറസ്റ്റ് ചെയ്ത് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് കോടതി തന്നെയാണ് പറഞ്ഞത്. കോടതി തന്നെയാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് പറഞ്ഞത് കോടതി. അത് കോടതിയുടെ. പക്ഷേ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ മുഴുവൻ ആളുകളും പുറത്തിറങ്ങി. ഇനി വല്ല തെളിവുണ്ടെങ്കിൽ അവർ നശിപ്പിക്കുകയും ചെയ്യും. അവര് ചെയ്തല്ലോ. അതിന് ഇന്ന് എന്തൊക്കെ ന്യായീകരണമാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത്? ദേവസ്വം മന്ത്രി പ്രതിപക്ഷത്തെയാണ് ആക്രമിക്കുന്നത്. പ്രതിപക്ഷം വല്ല തെറ്റും ചെയ്ത ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടിലേക്ക് ഗവൺമെന്റ് തിരിച്ചു വന്നിരിക്കുകയാണ്. അതിന് പ്രതിപക്ഷം ഭയങ്കര കുഴപ്പമാണെന്ന് പറയാണ്. കോടതിയിലൊക്കെ തോറ്റുപോയെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലത്താണ് രണ്ടാമത് അവിടെ വലിയ കളവ് നടത്താൻ ശ്രമിച്ചതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ടാണ് കോടതി പരാമർശം. അത് എനിക്കറിയില്ല. അവരുടെ ഏജ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല. അത് അവർ പ്രൂവ് ചെയ്തിട്ട് അവർക്ക് ഏജ് ഉണ്ടോ ഇല്ലയെന്ന്. പക്ഷേ ഇതൊക്കെ മന്ത്രിമാരൊക്കെ പോകുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് പോകണമല്ലാണ് അവർക്ക്. ഈ യുവതീ പ്രവേശനത്തിലെ നിലപാട് മാറ്റമേ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. സംശയം എന്താ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഇതുവരെ ഞാൻ ചോദിക്കട്ടെ, UDF സർക്കാർ കൊടുത്തൊരു അഫിഡവിറ്റ് കറക്റ്റ് ചെയ്തല്ലേ ഇവർ അല്ലേ? മാറ്റിക്കൊടുത്തതല്ലേ? എന്നിട്ട് ആ അഫിഡവിറ്റ് ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ് പ്രതിപക്ഷം, ഞങ്ങൾ ഭയങ്കര പുരോഗമന ചിന്താഗതിക്കാരാണ്, നവോത്ഥാന നായകന്മാരാണ്, പിന്നെ എന്താണ് വൻ മതിൽ കേരളത്തിലുണ്ടാക്കി ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പായപ്പോൾ ഇത്രത്തോടിയ വോട്ട്. ആ ഓടുന്ന ഓട്ടത്തിൽ പുല്ലുപോലും മുളയ്ക്കില്ല. പിണറായി വിജയനും കൂട്ടരും ഓടുവാണ്. പഴയ നിലപാടിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുവാണ്. ആ ഓടുന്ന വഴിയിൽ പുല്ലുപോലും മുളയ്ക്കില്ല. അത്ര വലിയ ഓട്ടമാണ് ഓടുന്നത്. ഇല്ലെന്ന് എടുക്കുമ്പോ അറിയിക്കില്ലേ? നിങ്ങളെ അറിയിക്കില്ലേ? എവിടെ പോയി ചോദിച്ചല്ലേ? ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ രാവിലെ ഒരു സാധനം ഉണ്ടാക്കും, എന്നിട്ട് നിങ്ങൾ തന്നെ ചെന്ന് ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കും. ആകാശത്ത് നിന്നാണ് വാർത്ത ഉണ്ടാക്കുന്നത്. പല വാർത്തകളും ആകാശത്ത് നിന്നാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളിങ്ങനെ എല്ലാവരെയും അല്ലാതെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസ്യതയെ പോവുള്ളൂ. പിന്നെ എല്ലാ പാർട്ടികൾക്കും ഒരു പ്രൊസീജിയറില്ലേ? ഇപ്പോൾ എന്നോട് ചോദിക്കും, എന്താ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ? CPM 8-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചില്ലല്ലോ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. തിരഞ്ഞെടുപ്പിനൊരു അനിശ്ചിതത്വം വന്നു. അവരതുകൊണ്ടാണ് മാറ്റിവെച്ചത്. അവരതുകൊണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് അനൗൺസ് ചെയ്യായിരുന്നു. ഞങ്ങൾക്കും തിരഞ്ഞെടുപ്പിനൊരു അനിശ്ചിതത്വം വന്നില്ലെങ്കിൽ ഞങ്ങൾ ആദ്യഘട്ടം എപ്പോഴേ ഞങ്ങൾ തീരുമാനം ചോദിച്ചേക്കുമല്ലേ.